രാഹുൽ എന്നെയും സ്പീഡിപ്പിച്ചു. കഷ്ടകാലത്ത് പലതും പാമ്പാകുമെന്നും അത് സ്വന്തം കഴുത്തിൽ ചുറ്റാമെന്നും പണ്ടുള്ളവർ പറഞ്ഞത് എത്രയോ ശരിയാണ്. അതെ, രാഹുലിൻ്റെ രാഹുകാലത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. രാഹുൽ ട്യൂൺ ചെയ്യാൻ നോക്കാത്ത രണ്ട് സാധനങ്ങളെ ഇന്ന് കേരളക്കരയിൽ ഉള്ളൂ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പ്രചരണങ്ങൾ കൊഴുക്കുന്നത്. ഒന്ന്, ഈ സാധു മൃഗവും, രണ്ട്, സർവേ കല്ലും. മൊട്ടേരൂൺ രാവിലെ കാപ്പി ഗ്ലാസുമൊക്കെയായി വന്നു നിന്ന് രാഹുലിൻ്റെ വസ്ത്രാക്ഷേപ ചടങ്ങ് ആഘോഷിക്കുകയാണ്. വനംകൊള്ള നടത്തിയ കേസിലെ പ്രതിയും ജീവനക്കാരിയെ ആക്രമിച്ച കേസിലെ പ്രതിയുമാണ് ഇവൻ്റെ മുതലാളി എന്ന് നാം ഓർക്കണം. 24-ലെ ഫ്ലൂട്ടിൻ്റെ വെപ്പാട്ടിയായി ജീവിച്ചപ്പോൾ വരെ ആ മരമുറി ചാനലിൽ വന്നിരുന്ന് സദാചാരം പറയുന്നത് ഒന്ന് കാണേണ്ടുന്ന കാഴ്ച തന്നെയാണ്. അതുപോലെ ഈ ഫ്ലൂട്ടിൻ്റെ ജ്യേഷ്ഠൻ മരമുറി ചാനലിലെ ഒരു പ്രധാനിയായിരുന്നു. അവനിപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് പോയിരിക്കുകയാണ്. ഒരു ഭർത്തൃപതിയായ ഡോക്ടറോട് രാത്രി വെള്ളമടിച്ച് കോൺ തെറ്റി ഫോണിൽ വിളിച്ച് സ്വകാര്യ ഭാഗത്തൊരു ഉമ്മ വെച്ചോട്ടെ എന്ന് ചോദിച്ചവൻ വരെ രാഹുൽ ട്യൂൺ ചെയ്യാൻ ശ്രമിച്ചത് സദാചാര വിരുദ്ധമാണ് എന്ന് പ്രസംഗിക്കുന്നത് കേട്ടു. വനിതാ ജീവനക്കാരികളോട് എന്തിനും ഏതിനും ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന ശ്രീകുണ്ടൻ അല്പം പിറകിലേക്ക് മാറി നിന്ന് തൊഴിലാളികളെ കൊണ്ടാണ് സദാചാര പ്രസംഗം ഇപ്പോൾ നടത്തിക്കുന്നത്. രാഹുലിനെ കൈവിട്ട കോൺഗ്രസ് നേതൃത്വവും രാഹുലിനെ തേൻകണിയിൽ ഒട്ടിച്ച് ആ കസേരയിൽ ഇരിക്കുവാൻ വെമ്പി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതൃത്വവും ഒരു കാര്യം ശ്രദ്ധിച്ചോ? നിങ്ങളുടെ പ്രബലനായ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കൂട്ടം കൂടി ഇത്രയും വലിയ സംഘടിത ആക്രമണവും വ്യക്തിഹത്യ നടത്തിയിട്ടും ഇന്നലെ കോട്ടയം CMS കോളേജിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 15-ൽ 14 സീറ്റും പിടിച്ചെടുത്ത് KSU SFIയെ നിലംപരിശാക്കി ചരിത്ര വിജയം നേടി. 37 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തകർപ്പൻ വിജയം KSU നേടിയത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്രയും വലിയ ആരോപണങ്ങൾ നിങ്ങളുടെ യുവനേതാവിന് നേരെ ശത്രുക്കൾ തൊടുക്കുമ്പോഴും ഇവിടുത്തെ ചെറുപ്പക്കാർ സത്യം മനസ്സിലാക്കുന്നു എന്ന്. പക്ഷേ നിലനിൽക്കാത്ത ദുർബലമായ ആരോപണശരങ്ങൾ ശത്രുക്കൾ തൊടുക്കുവാൻ ആരംഭിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ രക്തത്തെ കൈവിട്ട VD സതീശ താൻ വെറും ഒരു നാറിയാണെന്ന് കാലം രേഖപ്പെടുത്തും. ആരോപണവുമായി രംഗത്ത് വന്നവർ ഇടതു നേതാക്കളോടൊപ്പം നിൽക്കുന്ന ആ ചിത്രങ്ങൾ കൂടി നിങ്ങളൊന്ന് കാണുക. ഇത് കഥ പറയുന്ന ചിത്രങ്ങളാണ്. ഇടതു നേതാക്കളുടെ കള്ളപ്പണം കൊണ്ടും ബിനാമി ഫണ്ടിങ് കൊണ്ടും പ്രവർത്തിക്കുന്ന മരമുറി ചാനലും 24 ചാനലിലും ശബ്ദം പോലും വോയിസ് ട്രീറ്റ് ചെയ്തിറക്കിയ ആ അശരീരി കേൾക്കുക. അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ. പിന്നീട് അവർ കളത്തിലിറക്കിയ കുണ്ടന്നൂർ അവന്തികയുടെ ആ വെളിപ്പെടുത്തലും കാണുക. രാഹുല് കുറച്ചാളുകളായിട്ട് നല്ല സൗഹൃദം തന്നെയായിരുന്നു. പിന്നീട് അത് ലൈംഗിക വൈകൃതം നിറഞ്ഞ മെസ്സേജിലേക്ക് അയാൾ തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ്. എന്നെ ബാംഗ്ലൂർക്കും ഹൈദരാബാദിക്കും പോകാം, അവിടെ വെച്ച് നിന്നെ റേപ്പ് ചെയ്യണം, ഇത്തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അത് എന്നെ വല്ലാണ്ട് മാനസികമായി ബുദ്ധിമുട്ടിലാക്കി. പിന്നീട് ആരും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഞാനത് തുറന്ന് പറയുന്നത്. സമൂഹത്തിൽ സ്വാധീനം ചെലുത്താവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പ്രതികരിച്ച എത്തരത്തിലായിരിക്കും എനിക്ക് നേരിടേണ്ടി വരുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത്. പിന്നെ അത് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ ആ നടിയുടെ പരാതിയും ഇഷ്യൂവിന് ശേഷമാണ് ഞാനിപ്പോ തുറന്നു പറഞ്ഞത്. ചെയ്യാനും വൈകി ഇല്ലെങ്കിലും നമുക്കുണ്ടായ ഒരു അനുഭവമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അവിടെ സമയം കാലതാമസമൊന്നും ഒരു ഇതല്ല. നിന്നെ റേപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ വൈകൃതമല്ലേ. ലൈംഗിക വൈകൃതത്തോടുള്ള സംഭാഷണങ്ങൾ പിന്നീടാണ് ഉണ്ടാകുന്നത്. 2 സുഹൃത്തുക്കളായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു. അവർക്കും പേടിയുണ്ടായിരുന്നു ഇതെങ്ങനെ പുറത്ത് വന്നാൽ എങ്ങനെയായിരിക്കും അവസ്ഥ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു അവർക്ക്. മെസ്സേജിന് മാക്സിമം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് ബ്ലോക്ക് ഒന്നും ചെയ്തില്ല. രാഹുൽ ഇന്നാണ് എന്നെ ഈ ന്യൂസ് വന്നതിന് ശേഷം ഇന്ന് അയാളാണ് എന്നെ ബ്ലോക്ക് ചെയ്തത്. കോളുകൾ മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയെല്ലാം ടെലഗ്രാമിലാണ്, വാനിഷ് മോഡിലാണ് എനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നത്. അതൊന്നും നമുക്കിപ്പോൾ തെളിവായിട്ടൊന്നും കാണിക്കാൻ സാധിക്കില്ലല്ലോ. ടെലഗ്രാം അതിനുള്ള ഒരു മാർഗമായിട്ട് അയാൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ആ ടെലഗ്രാം ചെയ്യുമ്പോൾ വാനിഷായി പോകും. എന്നോട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ മറ്റു ഇത്ര പരാതിയായിട്ട് മുന്നോട്ട് വരുമ്പോൾ ധൈര്യമായിട്ട് അയാൾ മുന്നോട്ട് വരുന്നുണ്ടല്ലോ.
എനിക്ക് പോലും ഇല്ലാത്ത ധൈര്യം അവർക്കുണ്ട് എന്നുള്ളതാണ്. നിന്നെ റേപ്പ് ചെയ്യണമെന്നാണ് മറ്റുള്ളവർ വ്യത്യസ്തമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഒന്നും തന്നെ പ്രതികരിച്ചില്ല എന്നുള്ളത്, ഞാൻ ഒഴിഞ്ഞു മാറുകയുണ്ടായി. നിയമസാധ്യതകളൊന്ന് പരിശോധിക്കണം, കാരണം തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിച്ചല്ലോ. ബാക്കി നിയമസാധ്യതകൾ പരിശോധിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കും. അതുപോലെ ബ്രാ ഇടാതെ ഇറുകിയ ടീഷർട്ടും മൈക്രോസ്കേർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് മാളുകളിലൂടെ തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും പാലത്തിനടിയിൽ പോയി നിന്നിട്ടും നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കാൻ ഇതൊരു സുവർണാവസരമാണ് എന്ന് മനസ്സിലാക്കുക. രാഹുൽ നിങ്ങളുടെ ഇൻസ്റ്റാ പേജിൽ വന്ന് വാനിഷ് മോഡിൽ വന്ന് മുത്തുകവ് ചോദിച്ചു എന്നങ്ങ് കാച്ചുക. ഇത് മരമുറി ചാനലിലെയോ ശ്രീകുണ്ടൻ്റെ വാർത്താപ്പണിക്കാരുടെ നമ്പറിലേക്കോ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അവർ നിങ്ങളെ എയറിലാക്കിക്കൊള്ളും. ഒരു പട്ടി പോലും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത നിങ്ങളെ ലോകം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചറിയും. എന്നാൽ പണി ഇപ്പോൾ തന്നെ തുടങ്ങാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.